നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ മാവേലി സ്റ്റോറുകൾക്ക് മുന്നിൽ ധർണ നടത്തി. എടവിലങ്ങ് കാരയിൽ ഭാര്യാപിതാവിനെ കുത്തിക്കൊന്ന മരുമകൻ അറസ്റ്റിൽ. പ്രതി പിടിയിലായത് മണിക്കൂറുകൾക്കകം. ഇരിങ്ങാലക്കുടയിൽ അഡ്വാൻസ് നൽകി വാഹനം തിരിമറി നടത്തിയ 2 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ തീരദേശത്തെ മാവേലി സ്റ്റോറുകൾക്ക് മുന്നിൽ ധർണ നടത്തി. സപ്ലൈകോ സ്ഥാപനങ്ങളിൽ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക, സപ്ലൈകോയെ തകർക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയുക, വിലക്കയറ്റം തടയുക തുടങ്ങിയവ ഉന്നയിച്ചാണ് സമരം. കയ്പമംഗലം കാളമുറിയിലെ മാവേലി സ്റ്റോറിന് മുന്നിൽ നടന്ന ധർണ CPM ലോക്കൽ സെക്രട്ടറി PC മനോജ് ഉദ്ഘാടനം ചെയ്തു. അക്കാലത്ത് നമ്മുടെ പ്രദേശത്ത് പോലും കാളമുറിയുടെ പടിഞ്ഞാറ് ഭാഗം ഈ പ്രദേശം ഇത്രയും വലിയ സെന്റർ ആവുന്നതിന് പിന്നിലെ ഈ സപ്ലൈകോയും അതുപോലെ തന്നെ നന്മ ഉള്ള തുടങ്ങിയ സ്റ്റോറുകൾ വഹിച്ച പങ്ക്. ഏത് കാലത്തും ആളുകളുടെ തിരക്കുണ്ടായിരുന്ന ഇന്ന് ഈ സപ്ലൈകോയില് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ള സപ്ലൈകോയുടെ വിവരപ്പട്ടിക നോക്ക്. അതിലേതെങ്കിലും ഉൽപ്പന്നം, ഏതെങ്കിലും നിത്യോപയോഗ സാധനം സബ്സിഡി നിരക്കിലുള്ളതുണ്ടോ? ആകെയുള്ളത് പഞ്ചസാര മാത്രമാണ്. പഞ്ചസാര 25 രൂപയ്ക്കോ 26 രൂപയ്ക്കോ സബ്സിഡി നിരക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ തന്നെ ഇതര സ്ഥാപനങ്ങളിലെ ഇതര കടകളിലെ വിലക്ക് തന്നെയാണ് വിൽക്കുന്നത്. EK ദേവദാസ് അധ്യക്ഷനായി. KK ശേഖരൻ, PA അഹമ്മദ് എന്നിവരും പ്രസംഗിച്ചു. ചന്ദ്രാപിന്നി മാവേലി സ്റ്റോറിന് മുന്നിൽ നടന്ന ധർണ MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മാവേലി സ്റ്റോറിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സമരം ഉണ്ടാവാൻ ആസ്പദമായ കാര്യങ്ങള് ഇവിടെ കേരളത്തിലെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നെറികെട്ട ഭരണത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ AV സതീഷ് അധ്യക്ഷനായി. KG സുഖ്ദേവ്, MK ഫൽഗുണൻ, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവരും പ്രസംഗിച്ചു. CPM ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പെരിഞ്ഞനം മാവേലി സ്റ്റോറിന് മുന്നിൽ നടന്ന സമരം CM വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. 13 ഇനങ്ങൾ ഇത്തരം സ്റ്റോറുകളിൽ കൂടി സർക്കാർ വിതരണം ചെയ്യുന്നതാണ്. അതിൽ 7 ഇനം സാധനങ്ങൾക്ക് സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് പ്രഖ്യാപിച്ച ദിവസം തുടങ്ങി നമ്മുടെ നാട്ടിലെ വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. NK രാമദാസ്, PK രാജീവ്, NK നാസർ, KK മുരളി എന്നിവരും പ്രസംഗിച്ചു. എടവിലങ്ങ് കാരയിൽ ഭാര്യാപിതാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തി. ശ്രീനാരായണപുരം തട്ടുംകടവ് അയിനിപ്പുള്ളി ബാബുവാണ് മരുമകന്റെ കുത്തേറ്റ് മരിച്ചത്. ഭാര്യാപിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട പോളക്കുളത്ത് സുനിലിനെ പോലീസ് തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു. കുടുംബവഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബാബുവിന്റെ മകൾ സബിതയെ സുനിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള കലഹത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം സബിത സ്വന്തം വീട്ടിലേക്ക് പോയി. 1.5 വയസ്സുള്ള മകനെ കൂടി കൊണ്ടുപോകാനായി എത്തിയ ബാബു സുനിലുമായി വാക്കേറ്റമുണ്ടാവുകയും സുനിൽ ബാബുവിനെ കത്തിക്കൊണ്ട് കുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കാരയിൽ ഭാര്യാപിതാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിയായ മരുമകനെ പോലീസ് പിടികൂടിയത് തന്ത്രപരമായ നീക്കത്തിലൂടെ. ഭാര്യാപിതാവായ ബാബുവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട സുനിൽ നാടുവിടാനുള്ള ഒരുക്കത്തിലായിരുന്നു. കയ്യിൽ പണമില്ലാത്തതിനാൽ ജ്യേഷ്ഠൻ സുധിയിൽ നിന്നും പണം കടം വാങ്ങാനുള്ള സുനിലിന്റെ ശ്രമം പോലീസ് അറിഞ്ഞു. ഇതേ തുടർന്ന് കൊടുങ്ങല്ലൂർ SI PK പത്മരാജൻ സംവിധാനം ചെയ്ത ഓപ്പറേഷനിലൂടെ മണിക്കൂറുകൾക്കകം പ്രതി പിടിയിലാവുകയായിരുന്നു.
2000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുനിലിന്റെ ഫോൺ വിളി എത്തുമ്പോൾ ജ്യേഷ്ഠൻ സുധി പോലീസ് വലയത്തിലായിരുന്നു. പോലീസ് നൽകിയ നിർദ്ദേശമനുസരിച്ച് ഒളിച്ചിരിക്കുന്ന സ്ഥലം പോലീസ് ചോദിച്ചുവെങ്കിലും സുനിൽ തുറന്നു പറയാൻ തയ്യാറായില്ല. പിന്നീട് സുനിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് സുധി ഓട്ടോറിക്ഷയിൽ കാര സെന്ററിലെത്തി. ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ കള്ളിമുണ്ടും തറയിൽ കെട്ടുമായി സിവിൽ പോലീസ് ഓഫീസർ CR പ്രദീപും ഓട്ടോറിക്ഷയുടെ പുറകുവശത്ത് ദീപു എന്ന പോലീസുകാരനും ഉണ്ടായിരുന്നു. ഇരുട്ടിൽ പതുങ്ങി നിൽക്കുകയായിരുന്ന സുനിൽ ഓട്ടോറിക്ഷയ്ക്കരികിലെത്തിയ നിമിഷം പോലീസുകാർ പിടികൂടുകയായിരുന്നു. രക്തം പുരണ്ട വസ്ത്രവും കത്തിയുമായി എത്തിയ പ്രതി തെളിവ് സഹിതമാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂരിൽ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളുടെ ഷട്ടർ കുത്തി തുറന്ന മോഷ്ടാക്കൾ പണം കവർന്നു. ചന്തപുരയിലെ മെട്രോ ഏജൻസീസ്, ഗ്രാൻഡ് ഡ്രഗ് ഹൌസ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. 2 ഇടങ്ങളിലും ഷട്ടർ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. മെട്രോ ഏജൻസീസിലെ ക്യാഷ് കൗണ്ടർ കുത്തി തുറന്ന് 5000 രൂപ മോഷ്ടിച്ചു. ഗ്രാൻഡ് ഡ്രഗ് ഹൌസിൽ നിന്നും 1500 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തത്സ്ഥാനം രാജിവെച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ സെക്രട്ടറി PK ബാബുവിന് രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു. കോൺഗ്രസിലെ മുൻ തീരുമാനപ്രകാരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ പുളിക്കലിന് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിനായാണ് രാജി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ MLA-യുടെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയുണ്ടായത്. ആദ്യ 2 വർഷം VR വിജയനും അവസാന 3 വർഷം അനിൽ പുളിക്കലിനും പ്രസിഡന്റ് സ്ഥാനം നൽകാനായിരുന്നു ധാരണ. അനിൽ പ്രസിഡന്റാകുന്നതോടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി VR വിജയൻ സ്ഥാനമേൽക്കും. വാടാനപ്പള്ളിയിൽ UDF-ലുണ്ടായ ധാരണ പ്രകാരമാണ് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ് രാജിവെച്ചത്. ഇനിയുള്ള 1 വർഷം ലീഗിനാണ് ധാരണ പ്രകാരം പ്രസിഡന്റ് പദവി ലഭിക്കുക. ലീഗിലെ രജനി വിശ്വാനന്ദായിരിക്കും അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്. ധാരണാപ്രകാരം പ്രസിഡന്റ് സ്ഥാനം അവസാനത്തെ 2 വർഷം കോൺഗ്രസിന് തന്നെ കൈമാറുകയും ചെയ്യും. നവംബർ 10-ന് ദേശീയ രോഗപ്രതിരോധ ദിനാചരണത്തിന് മുന്നോടിയായി ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്ര പ്രവർത്തകർ ബോധവൽക്കരണ റാലി നടത്തി. ഡോക്ടർ സജില റാലി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG കൃഷ്ണനുണ്ണി അധ്യക്ഷനായി. ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലി ചന്ദ്രാപിന്നി സെന്ററിൽ സമാപിച്ചു. JHI-മാർ, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. പെരിഞ്ഞനം കൊറ്റംകുളം ടാഗോർ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്റർ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടക്കും. സുനിൽ P. ഇളയിടം അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്നുള്ള കവിയരങ്ങിൽ തീരദേശത്തെ നിരവധി കവികൾ പങ്കെടുക്കും. തുടർന്ന് കഥകളുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടാകും. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായികമേള പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഹൈസ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ AEO AB ജയപ്രകാശ് അധ്യക്ഷനായി. PV സുനിൽകുമാർ, KJ പ്രേംകുമാർ തുടങ്ങിയവരും പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കായിക മത്സരങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ AEO AB ജയപ്രകാശ് സമ്മാനദാനം നിർവഹിക്കും. Please. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തകൻ DM പൊറ്റേക്കാട്ട് അനുസ്മരണം നവംബർ 11-ന് നടക്കും. രാവിലെ 10 മുതൽ എടത്തിരുത്തി പൈനൂർ NLP സ്കൂളിലാണ് സമ്മേളനം നടക്കുക. ജില്ലാതല കഥാശില്പശാല, കവിതാലാപനം, അനുസ്മരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. അശോകൻ ചെരുവിൽ, പ്രൊഫസർ KU അരുണൻ, TD രാമകൃഷ്ണൻ, ധനഞ്ജയൻ മച്ചിങ്ങൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടവേള.